ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് തിരിക്കുന്നത് കോട്ടപ്പുറം കോട്ടയിലാണ്. കോട്ടപ്പുറം കോട്ടയിലെ ചെറിയൊരു വിശേഷങ്ങളായിട്ട് നമുക്ക് ചെറിയൊരു യാത്ര. ഓക്കെ, വളരെ ചെറിയൊരു വഴിയാണ് കോട്ടപ്പുറം കോട്ടയിലുള്ളത്. പാലത്തിൻ്റെ സൈഡിൽ കൂടെ ചേർന്നാണ് കോട്ടയിലുള്ളത്. പാത കല്ല് വിരിച്ചാണ് ഉണ്ടാക്കിയത്. കാറുകളൊക്കെ പോവാം, കുഴപ്പമില്ല. ടീയും സ്നാക്സും നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. നല്ലൊരു സ്പോട്ട് ഇരിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടികളിലൂടെ പാർക്ക് ചെയ്യണം. ഇവിടെ കണ്ടതാണ്. ഇവിടെ ബോട്ട് യാത്ര ഉണ്ട് കേട്ടോ. ബോട്ട് യാത്രയ്ക്കുള്ള പാക്കേജ് തുടങ്ങുന്നത് കോട്ടപ്പുറം പാർക്കിൽ നിന്നാണ്. കോട്ടപ്പുറം പാർക്കിലെ വിശേഷങ്ങൾ നമ്മൾ അധികം വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കോട്ടയുടെ ഓരോരോ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നേരെ എൻ്റെ ഫ്രണ്ടിലായിട്ട് പൈതൃക പദ്ധതി, മുസ്ലിം പൈതൃക പദ്ധതി എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കോട്ടയുടെ വിശേഷങ്ങളാണ്. നല്ല നടപ്പാതയും കാര്യങ്ങളൊക്കെ ആണല്ലോ. സൈഡിൽ കായൽ കാര്യങ്ങൾ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രാങ്കന്നൂർ കോട്ട എന്നറിയപ്പെടുന്ന കോട്ടപ്പുറം കോട്ട ആണ്. കോട്ടപ്പുറം കോട്ട പോർച്ചുഗീസുകാർ AD 1523 നിർമ്മിച്ചത്. ആ 1663 ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തുട്ടാ. 1789 ടിപ്പു സുൽത്താൻ കോട്ട തകർത്തത്. ഈ കാണുന്നത് ഒരു കോട്ടയുടെ ഒരു ഭാഗമാണ് കേട്ടോ. എന്താണ് ഭാഗം എന്നൊക്കെ ചോദിച്ചാൽ പിടുത്തം കിട്ടില്ല. ഓരോ ഭാഗങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. കയറാൻ പാടില്ല. വണ്ണൊരു മരം പിന്നെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കുറെ എങ്ങനെയുണ്ട്. കോട്ടയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. 1909 തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും വളരെ കാലം കോട്ട ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ഇപ്പോൾ കോട്ട നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. മുകളിൽ റൂഫൊക്കെ അടിച്ച് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണം. കോട്ടയെ നശിപ്പിക്കരുത്. ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ. കണ്ട് എന്തായിരിക്കും. നല്ല ഹൈറ്റ് ഉണ്ട്. വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രമായിട്ട് ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. നല്ല രസമാണ് ഇവിടെ. ആംബിയൻസ്, തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയുണ്ട്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ സുഖമായിട്ട് നിൽക്കാം. ഉണ്ടോ വീതിയാണ് കേട്ടോ മെയിൻ. ഒരു ഇതുണ്ടാക്കുമ്പോൾ അതിൻ്റെ വീതിയാണ് മെയിൻ. 1 2 3 4 5 6 കട്ടകളുണ്ട്. വെട്ടുകല്ലിൻ്റെ ഓരോ കട്ടകൾ 5-6 നിരത്തി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അല്ലാത്തല്ല ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ആണെന്നറിയില്ല. ഒരു ഗുഹ പോലെ ഒരു സെറ്റപ്പ്. അങ്ങനെ മുകളിൽ ഷീറ്റൊക്കെ മറ്റേ വാർത്തിട്ട് കുറേ ആൾക്കാർ നമ്മൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഈ അടിയിൽ ഒരു ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 3 അടി താഴ്ചയിലാണ് ഇതിൻ്റെ നില നിൽക്കുന്നത്.
ഇതാണ് ഇവിടുത്തെ ഒരു സൈഡിലെ ടോപ്പ് വ്യൂ. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗവൺമെൻറ് നല്ല രീതിയിലൂടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് പോകാനായിട്ട് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ലേഡീസ് ജെൻസ് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. പരിപാടി കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.